അമ്പലപ്പുഴയിലാണ് നമ്മളുള്ളത്. അമ്പലപ്പുഴയിലെ മത്സരം ഇത്തവണ തീപാറുന്ന പോരാട്ടമാണ്. ജി സുധാകരൻ നമ്മോടൊപ്പം ചേരുന്നു. ഏറ്റവും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രതീക്ഷ എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്? എന്താ പ്രതീക്ഷ? വിജയപ്രതീക്ഷ. വിജയപ്രതീക്ഷയല്ല, വിജയിക്കുമല്ലോ. പ്രതീക്ഷയല്ല, അതൊരു സാധ്യതയാണ്. ഞങ്ങൾ ജയിക്കും. നല്ല ആത്മവിശ്വാസം താങ്കൾക്ക് തുടക്കം മുതൽ തന്നെയുണ്ട്. ഭൂരിപക്ഷം കൂടുതലായി വർദ്ധിക്കും തോന്നുന്നുണ്ടോ? തോന്നുന്നത് പറയേണ്ട കാര്യമില്ലല്ലോ. ഭൂരിപക്ഷത്തിൽ ജയിക്കും. വീണ്ടും വരികയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ അമ്പലപ്പുഴയിൽ കൊണ്ടുവരണമെന്നാണ് മനസ്സിലുള്ളത്? അമ്പലപ്പുഴ നാട് ഇതുപോലെ തന്നെ ഉണ്ടാവും. മാറ്റി പറിക്കാമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഒരു മാറ്റം കൊണ്ടുവരാനില്ല. അല്ല, അമ്പലപ്പുഴ നാട് മാറ്റി പറിക്കത്തില്ല. ഇവിടെ 70% അടിസ്ഥാന വികസനം ഞാൻ ഇവിടെ ഇരുന്ന 15 വർഷം ചെയ്തിട്ടുണ്ട്. ബാക്കി 30% കൂടി ഈ വരുന്ന 5 വർഷം കൊണ്ട് ചെയ്യും. അത് റോഡ്, പാലം, സർക്കാർ കെട്ടിടങ്ങൾ, സ്കൂളുകൾ, ഇങ്ങനെ പലതും. ആ 30% പോരായ്മയുള്ളത് നമ്മൾ പരിഹരിക്കും. ഈ പോസ്റ്ററിലൊക്കെ കണ്ടു 5 വർഷത്തെ വികസന നഷ്ടം നികത്തുമെന്നാണ്. ആ 5 വർഷം കൊണ്ട് വലിയ രീതിയിലുള്ള വികസന നഷ്ടമാണ് അമ്പലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ്. അറിയാവുന്നോ? അറിയാം. അല്ല, 5 വർഷവും വികസന മുരടിപ്പാണ് ഉണ്ടായിട്ടുള്ളത് അമ്പലപ്പുഴയിൽ. അത് ആണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ ഇന്ന് പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജി സുധാകരൻ ചെയ്തിരിക്കുന്നത് അത്യന്തം അക്ഷന്തവ്യമായ അപരാധമാണ്. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ അദ്ദേഹം കോൺഗ്രസുകാരുടെ കൂടെ കൂടിയത് കൊണ്ട് എന്തും പറയാവുന്ന അവസ്ഥയിലേക്ക് തരം താഴ്ന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറല്ലേ? ആണോ? അതെ. ആ പോളിറ്റ് ബ്യൂറോ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയല്ലേ? പുള്ളി പോത്തല്ലേ പോളിറ്റ് ബ്യൂറോക്കല്ലേ? മുഖ്യമന്ത്രി കസേര അങ്ങ് ഇരിക്കുക. ഇന്റർനാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയിലല്ലേ CPM, CPI? അങ്ങനെയല്ലേ തമിഴ്നാട്ടിൽ 8 അസംബ്ലി സീറ്റ് കിട്ടിയത്? രാജസ്ഥാനിൽ MP സ്ഥാനം കിട്ടിയത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടല്ലേ? കേരളത്തിൽ മാത്രമേ ഉള്ളൂ മത്സരം. കാരണം UDF സ്ഥലത്തുണ്ട്, LDF സ്ഥലത്തുണ്ട്. BJP മുന്നണിക്ക് കയറാനുള്ള പ്രാപ്തിയായില്ല. ഈ സാഹചര്യത്തിലാണ് ഈ മത്സരം. ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്. ബാക്കി പോളിറ്റ് ബ്യൂറോ നയിക്കുന്ന ഇന്ത്യയിലെ മറ്റ് 29 സ്റ്റേറ്റിലും യോജിപ്പാണ്. ബംഗാളിൽ ഐക്യമുന്നണിയാണ്, ത്രിപുരയിൽ ഐക്യമുന്നണിയാണ്. ഇതെല്ലാം അറിയാമല്ലോ. പിന്നെ എന്താ ഇവിടെ മാത്രം? ഞാൻ കോൺഗ്രസിനോട് പിന്തുണയൊന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ മെമ്പർഷിപ്പിൽ നിന്ന് സ്വയം ഒഴിവായി പുതുക്കിയില്ല. മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുക, പാർട്ടിയിൽ നിന്ന് രാജിവെക്കുക, പാർട്ടിയിൽ നിന്ന് പുറത്ത് 3 പ്രോസസ്സുണ്ട്. അവസാനം പറഞ്ഞ 2 പണിഷ്മെന്റാണ്, അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഇഷ്ടക്കേടുകൊണ്ടാണ്. ഞാൻ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല. 63 സർവീസ് മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കാൻ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ലേ? ഇല്ലേ? 20 വർഷം കഴിഞ്ഞ് എടുക്കാമല്ലോ. അതെ. ഞാൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തെന്നാ പറഞ്ഞത്. ഇത് പിണറായിക്ക് മനസ്സിലാവാൻ തന്നെ ഞാനാണ് ഉത്തരവാദി. അങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ എതിർപ്പാളയത്ത് എത്തിയത് കൊണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആരുടെ എതിർപ്പാണ്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? കോൺഗ്രസിന്റെ കൂടെ അദ്ദേഹം നയിക്കുന്ന പോളിറ്റ് ബ്യൂറോ ഇന്ത്യയിൽ ഈ സ്റ്റേറ്റിൽ ഒഴിച്ചാൽ പറഞ്ഞല്ലോ അതിന്റെ കാരണം ഇവിടെ എന്താ ഉണ്ടാകുന്നത്. നാളെ BJPയുടെ മെയിൻ കക്ഷിയായിട്ട് വന്നാൽ അതിനെ നേരിടാൻ CPM-ഉം കോൺഗ്രസും ഒറ്റക്കെട്ടാവും. ഇന്ത്യ മുന്നണിയുടെ വരും. അങ്ങനെ വന്നാൽ ഇപ്പം ഇല്ല. ദീർഘവീക്ഷണമാണ് രാഷ്ട്രീയം, അല്ലാതെ നോക്കേണ്ട തുമ്പത്തല്ല. ദേശീയ തലത്തിൽ BJP ശക്തമായി എതിർക്കുന്നത് ഇന്ത്യ മുന്നണിയാണ്. അതിൽ CPM-ഉം കോൺഗ്രസും ഉണ്ട്. പക്ഷേ ഇപ്പം കോൺഗ്രസ് ആരോപിക്കുന്ന വലിയൊരു ആരോപണം CPM BJP ഡീൽ കേരളത്തില്ല. അത് എന്നോട് ചോദിക്കണം. ഞാൻ CPM-ന്റെ പദ്ധതി അല്ലല്ലോ. ഇപ്പോ എന്നോടൊന്നും ചോദിക്കുന്നു. CPM-ഉം SDPയുമായിട്ട് ബന്ധം അറിയില്ല, എനിക്കറിയില്ല. അറിയാത്ത കാര്യമൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയാനുള്ളതല്ല, അത് നിങ്ങൾ പിണറായിട്ട് ചോദിക്കും. സാറാണ് പറഞ്ഞല്ലോ ഏതാണ്ട് BJPയുടെ 5000-ഓളം വോട്ടുകൾ സാറിന് ലഭിക്കുമെന്ന് നേരത്തെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ. എന്നല്ല ഞാൻ പറഞ്ഞു. ലഭിച്ചിട്ടോ കഴിഞ്ഞോടെ മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ എല്ലാവരുടെയും വോട്ട് കിട്ടത്തില്ലേ? BJP കൊണ്ടൊന്ന് വോട്ടുണ്ടോ? ഉണ്ടോന്നാ ചോദിച്ചത്. ബാലറ്റ് പേപ്പർ എല്ലാവർക്കും ഒരുപോലെ അല്ലേ? അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരും എനിക്ക് എന്നും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ കൂടുതൽ ചെയ്യും എന്ന് പറഞ്ഞാൽ മനസ്സിലാവാതെ BJPയുടെ നേതാക്കന്മാരുടെ നിർദ്ദേശം BJPക്ക് ചെയ്യാനല്ലേ? അത് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവരെനിക്ക് വോട്ട് ചെയ്യാണ്. അവർ BJPയിൽ ഇപ്പോൾ ഉണ്ടാവുമെന്ന് ആർക്കറിയാം? രാഷ്ട്രീയത്തെപ്പറ്റി അറിയാൻ വയ്യാത്ത ആളുകൾ പറഞ്ഞു വരുത്തുന്നത് കേട്ട് ചോദ്യം ചോദിക്കരുത്. നിങ്ങൾ സ്വയം പഠിക്കുക. എല്ലാ സ്ഥാനാർത്ഥിക്കും ജയിക്കുന്നവർക്ക് എല്ലാവരുടെയും വോട്ട് കിട്ടും. അല്ല, ജയിക്കത്തില്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള ഏത് പാർട്ടിയാണ് ഇവിടെ? ഇവിടുത്തെ 9 അസംബ്ലി മണ്ഡലങ്ങൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ള ഒരു പാർട്ടിയിലിവിടെ ഐക്യമുന്നണിയായിട്ടാണ് ജയിക്കുക. ചില സ്ഥാനാർത്ഥികൾ പ്രതിപക്ഷത്തിന്റെ വോട്ട് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ സജി ചെറിയാനെ പോലെ, മുഖ്യമന്ത്രി പറയുന്ന ധനപരമായ സജി ചെറിയാനെ പോലെ
5% സ്ഥാനം BJP കൊടുത്തു ചെങ്ങന്നൂരിൽ തവണ 5. ആൾക്കാകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പകരം ഈ ഇലക്ഷനിൽ ഒരിക്കലും ജയിക്കാത്ത ഗോപകുമാറിനെ കൊണ്ടുപോയി അവിടെ നിർത്തി. ആ വോട്ട് കൂടി ഇങ്ങോട്ട് പിടിക്കും അദ്ദേഹത്തിന് വീണ്ടും 10 അവനാഗ്രഹത്തിൽ. ഇല്ലാതെ നിങ്ങൾ ആരെങ്കിലും അത് ചോദ്യം ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഈ വഞ്ചന വെളിയെ കാണിച്ചത് ഇല്ലല്ലോ. നിങ്ങളെല്ലാം സുധാരണ പറയണക്ക് ഞാൻ വഞ്ചനയൊന്നും കാണിക്കുന്നില്ല. ചെങ്ങന്നൂരിൽ പരസ്യമായി പിണറായി വിജയന്റെ അറിവോടുകൂടി സഹിച്ചറിയാൻ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് അദ്ദേഹം സർട്ടിഫൈ ചെയ്തപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പം സഹിച്ചറിയാൻ ചെയ്യുന്നതെല്ലാം പിണറായിയുടെ അറിവോടുകൂടിയാണെന്ന് ഞാൻ അനുമാനിക്കുന്നു. BJPയുടെ ഐക്യമുന്നണി ഉണ്ടാക്കി, അതായത് അപ്രഖ്യാപിത മുന്നണി 5 പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം BJPക്ക് ഉണ്ട്. നമുക്ക് 2 ഉള്ളൂ. CPM വേണ്ടെന്ന് വെച്ചാൽ 2 ഉള്ളൂ. അതോടൊപ്പം തന്നെ ഈ അസംബ്ലി ഇലക്ഷനിൽ BJPയുടെ വോട്ടില്ലെങ്കിൽ രാവിലെ സരിയങ്ങ് തോക്കും. അതിനാണ് ഗോപകുമാർ വഴിയാണ് ഡീലിംഗ് ആണ്. കാരണം ഗോപകുമാർ എനിക്കെതിരെയൊക്കെ പ്രസ്താവന ഇറക്കുക ചെങ്ങന്നൂർ. എന്തിന് ഞാൻ BJPയോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ രാഷ്ട്രീയം ഇവിടെ നടക്കുന്നത് മനസ്സിലാക്കുക. BJPയുടെ വോട്ട് വാങ്ങി ഡീലിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് സജി ചെറിയാൻ സ്റ്റേറ്റ് സെക്രട്ടറി മെമ്പറാണ്. പിണറായി ഇപ്പോൾ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ്. അയാളെ ഞാൻ വിമർശിക്കുന്നു എന്നുള്ളതാണ്. കാരണം പിണറായി ഞാൻ ബന്ധപ്പെടുന്നതിന് മുമ്പേ സജി ചെറിയാനെ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളത്. പിണറായിയൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാണ് പിണറായിയുടെ അടുപ്പായത്. അയാളെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ നമ്മൾ അയാളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ അയാളെ ആക്ഷേപിക്കാനല്ല നടത്തുന്നത്. അവിടെ വഞ്ചന നടക്കുകയാണ്. അല്ലെ അവിടെ പോയി ചോദ്യം. ഈ CPM ഇത്തവണ വളരെ അസാധാരണമായ സംഭവങ്ങൾ നടക്കണം. ഇപ്പൊ താങ്കൾ CPM നിന്ന് ഇറങ്ങിപ്പോയി, PK ശശി ഞാൻ ഇറങ്ങിപ്പോയി. CPM ഇറങ്ങിപ്പോയില്ലോ. പിന്നെ ഇറങ്ങിപ്പോയതൊക്കെ പറയാം. അതല്ല, CPM നിന്ന് വിട്ടു. നിങ്ങളുടെ ഭാഷയൊന്നും എന്റെ അടുത്ത് വേണ്ട. PK ശശി, ഈ കുഞ്ഞികൃഷ്ണൻ, PK ശശി ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. അല്ല, ഒരുപാട് ആൾക്കാർ അങ്ങനെ. അതല്ല, അതുമായിട്ട് ഒരു സാമ്യമില്ല എന്റേതിന്. നിങ്ങൾ അതുമായിട്ടൊന്നും കൂട്ടിക്കെട്ടണ്ട. ശശിയുടെ പ്രോബ്ലം കാണും. താങ്കളുടെ മാറ്റി നിർത്താം. മറ്റുള്ളവർ ഞാൻ ഇറങ്ങിപ്പോയത് ഞാൻ പറഞ്ഞോ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുക, അത് ഇറങ്ങിപ്പോകലാണ്. രണ്ടാമത് പാർട്ടി ഇത് പുറത്താക്കുക, രാജിവെക്കുക. ഈ 2 എണ്ണമല്ല മെമ്പർഷിപ്പ് പുതുക്കുക എന്ന് പറഞ്ഞിട്ട് പറയണം. CPM ഇറങ്ങിപ്പോയത് എന്താ ഇത്? ഞങ്ങൾക്കാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് CPM നിലവിൽ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് അത് ക്ലിയർ. ഞാൻ ചോദിക്കുന്നത് CPM നിലവിലെ ഒരു അവസ്ഥയെ കുറിച്ച് ചോദിച്ചു. ഒരുപാട് ആളുകൾ താങ്കൾ മെമ്പർഷിപ്പ് പുതുക്കിയില്ല, മറ്റു പലരും CPM ഇറങ്ങി പോകുന്നു, UDF കൂടെ മത്സരിക്കുന്നു, ചില ആളുകൾ BJPയിലേക്ക് പോകുന്നു. അങ്ങനെ എന്തുകൊണ്ടാണ് CPM അങ്ങനെ ഇങ്ങനെ സാധാരണ സംഭവിക്കാത്തൊരു സംഗതി ഈ തെരഞ്ഞെടുപ്പ് ഇത്രത്തോളം കൂട്ടത്തോടെ ഉണ്ടായിരിക്കുന്നത്? എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വക്കാലത്തോട് എന്റെ കാര്യം ഞാൻ പറയാം. CPM നിന്ന് ഒരു നല്ല കാര്യമൊന്നും ചെയ്യാനില്ല. നാട്ടു നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. സ്വതന്ത്രമായി ചിന്തിക്കാനാവില്ല. പാർട്ടി അനുവദിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ പറ്റില്ല. മാർക്സിസം ലെനിനിസം മഹത്തായ ഐഡിയോളജി. എല്ലാ ലോകപൗരരും ഒന്നുപോലെയാണെന്നും ഒരു വർഗവും ഉണ്ടാവില്ലെന്നും എല്ലാവരും അധ്വാനിക്കുന്നവരും സമാധാനവാദികളുമായ യുദ്ധമൊന്നുമില്ലാത്ത സൈന്യമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൽ. അവിടെ സൈന്യമില്ല, ഒന്നുമില്ല, ഭരണകൂടമേ ഇല്ല. അത് ഒഴിഞ്ഞു പോകുന്ന പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് വിതറവേ എന്നാ പറയുന്നത്. അങ്ങനെ ഒരു കാലം വരണമെങ്കിൽ എത്രയോ നൂറ്റാണ്ട് കഴിയണം. ആ മഹത്തായ സ്വപ്നം കണ്ടാണ് കവികളും കലാകാരന്മാരും പല ആൾക്കാർ കമ്മ്യൂണിസ്റ്റിലേക്ക് വന്നത്. ഇപ്പോൾ അവിടെ അതാണോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്ന ഇതാണോ? ആണോ? കമ്മ്യൂണിസ്റ്റുമായിട്ട് അതിന് വല്ല ബന്ധമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പം അതുകൊണ്ട് CPM സംബന്ധിച്ചിടത്തോളം CPM പാർട്ടി പരിപാടിയിലും ഭരണഘടനയിലും 1951 പാർട്ടി ഒന്നായിരിക്കുമ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പോളിസി ഉണ്ട്. അതിനുള്ള ഒരു കാര്യവുമല്ല അവർ പറയുന്നത്. അവർ പുതിയ എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുക. പുതിയൊരു ഡിക്ഷണറി തന്നെയാണ്. ഓരോരുത്തരും വിളിക്കാൻ ഇവർക്കെല്ലാം ഓരോ ഡിക്ഷണറി ഉണ്ട്. നമ്മുടെ ചൂർനാട് കുഞ്ഞമ്പിള്ളയുടെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഡിക്ഷണറി അല്ല, അത് വേറെ എന്തോ ഡിക്ഷണറിയാണ്. ജി സുധാകരൻ തീപ്പാർ മണ്ഡലം പരിപാടിയിൽ നൗഫലിനോടും ദിവ്യയോടും ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നതാണ്.